ഹായ് ഗൈസ്, ബി ടാക്സിന്റെ മറ്റൊരു പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ദൃഢം, ഷൈൻ നിഗം നായകനായി പുറത്തിറങ്ങിയ ചിത്രം ദൃഢം. ഡയറക്ട് ചെയ്തിരിക്കുന്നത് മാർട്ടിൻ ജോസഫ്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മുകേഷ് ആർ മേത്ത ആൻഡ് CV സാരഥി. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് ബൈ ജോമോൻ ജോൺ ആൻഡ് ലിൻഡോ ദേവസ്യ. സിനിമാറ്റോഗ്രഫി PM ഉണ്ണികൃഷ്ണൻ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശ്രീരാജ് സജിയാണ്. അപ്പം ആദ്യമായിട്ട് SI സെലക്ഷൻ കിട്ടി ആദ്യമായിട്ട് കുഴിനിലം എന്ന സ്ഥലത്തേക്ക് പോസ്റ്റിങ്ങിന് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ. അതാണ് ഷൈൻ നിഗം ചെയ്യുന്ന കഥാപാത്രം. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ ആ കഥാപാത്രത്തിന്റെ അവിടെ പോസ്റ്റിങ്ങിലേക്ക് പോകുന്നതാണ് അങ്ങനെയാണ് തുടങ്ങുന്നത് പടം. ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഭയങ്കരമായ ഒരു ഇഴച്ചിലാണ് ഫീൽ ചെയ്തത്. എടുത്തു പറയത്തക്ക ഒന്നും ഇല്ലാത്തൊരു ഫസ്റ്റ് ഹാഫ് പോലെ തോന്നി. കുറെ സഹപ്രവർത്തകരെ കാണിക്കുന്നു, അവിടെയുള്ള കുറെ ആൾക്കാരെ കാണിക്കുന്നു, അങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു കുറെ. എന്നിട്ടും അടുത്ത് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സ്ഥാനത്തിലേക്ക് പോകുന്നില്ല പടം. ഫസ്റ്റ് ഹാഫ് കാണിക്കുന്നതൊക്കെ ഇപ്പം ഷൈനികത്തിന്റെ ക്യാരക്ടറും അങ്ങനെയൊക്കെ നമുക്ക് അഡ്രസ് ആവുന്നുണ്ട്. ഒരു ഫസ്റ്റ് ആയിട്ട് അതിൽ ആദ്യമായിട്ട് പോസ്റ്റിംഗ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഒക്കെ ആ ഒരു അത്രയും പെർഫെക്റ്റ് ആയിരിക്കില്ലല്ലോ അവര്. അതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പടത്തിൽ എടുത്തു പറയത്തക്ക ഒരു ഫസ്റ്റ് ഹാഫിൽ എടുത്തു പറയത്തക്ക ഒന്നും ഇല്ലായിരുന്നു. കുറെ സീൻ വൈസ് കാണിച്ച് പോകുന്നതല്ലാതെ നിത്യജീവിതത്തിൽ കുറെ കാര്യങ്ങൾ കാണിച്ചു പോകുന്നത് പോലൊക്കെ തോന്നി. ആദ്യമായിട്ട് ഒരു SI ആയിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളും അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സാധാരണ ഒരു യുവാവ് എന്നുള്ള രീതിയാണ് എന്നുള്ളതാണ് ഷൈൻ നിഗത്തിന്റെ ക്യാരക്ടർ. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ മൊത്തം അത് അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയത്തക്ക ഒരു ഇത് ഇല്ല. അദ്ദേഹം പോകുന്നതിന് മുമ്പ് വരെ ശാന്തസുന്ദരമായ ഒരു ഗ്രാമത്തില് അവിടെ പുള്ളി പോസ്റ്റ് ആയ ഉടനെ പിന്നെ ടെററായി മാറുകയാണ്. കൊലപാതകങ്ങള്, റോബറി അങ്ങനെ ആവുന്നതാണ് കാണിക്കുന്നത്. അതൊക്കെ കഥയുടെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാമെങ്കിലും പറയത്തക്ക ഒരു സീൻ വൈസിൽ ഒരു റിച്ച്നെസ്സോ ഒരു ഫാക്ടറോ ഇല്ലാത്തൊരു ഫസ്റ്റ് ഹാഫ് ആയിട്ട് തോന്നി. ഇന്റർവെല്ല് കഴിഞ്ഞപ്പം നമുക്ക് അതൊരു കിട്ടുന്നില്ല, ഒരു കണക്ക് എന്താണെന്നുള്ള ഒരു പടത്തിലേക്കുള്ള ഇത് കിട്ടുന്നില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം പടത്തിൽ കുറച്ച് ഒഴുക്ക് വന്നതുപോലെ ഫീൽ ചെയ്യുമെങ്കിലും അതിലും എടുത്തു പറയത്തക്ക ഒന്നും ടോട്ടലി നോക്കുമ്പോൾ എന്താ പറയുന്നത്, കുറച്ചെങ്കിലും മെച്ചപ്പെട്ട തോന്നി, അല്ലെങ്കിൽ നന്നായിട്ട് എനിക്ക് കുറച്ച് തോന്നിയിട്ടുള്ളത് ക്ലൈമാക്സിൽ ഒരു ആക്ഷനാണ്. അത് നന്നായിട്ട് അവര് ചെയ്തിട്ടുണ്ട്. അല്ലാതെ അത് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് നന്നായിട്ടും പ്രൊഡിക്ഷൻ ഇല്ലാത്ത രീതിയിൽ കുറച്ച് ചെയ്തിട്ടുണ്ട്. സംഭവം സ്റ്റോറിയിലേക്ക് നമ്മൾ ആദ്യമേ നമുക്ക് പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെയാണ് കഥ പോകുന്നത്. ഇനി അവസാനം കറങ്ങി തിരിഞ്ഞ് ഇത് ഇങ്ങനെ വരും എന്നുള്ളൊരു ഇതൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ തന്നെയാണ് സിനിമയുടെ ടോട്ടൽ മൂവും പോകുന്നത്. പക്ഷെ ക്ലൈമാക്സിൽ ആ ഒരു ഫൈറ്റ് സീന് അത് ആക്ഷൻ ചെയ്തത് ആക്ഷൻ ഡയറക്ടർ മഹേഷ് മേത്തി, പുള്ളി നന്നായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയാം. കുറച്ച് ആക്ഷൻ അതിൽ കുറച്ച് നേരത്തേക്ക് ഉള്ളൂ ആക്ഷൻ സീൻ, പക്ഷെ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പടത്തിൽ. ആ ഒരു സംഭവത്തിന് വേണ്ടി പടം അത് ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു നല്ലൊരു എലമെന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ആ ക്ലൈമാക്സിന് തൊട്ടുമുള്ള ആ ഫൈറ്റ്സ് പടത്തിൽ എടുത്തു പറയാനുള്ള കാര്യങ്ങൾ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഓവറോൾ നോക്കുമ്പം പടം കുറച്ച് പ്രതീക്ഷിച്ച തരത്തിലേക്ക് എത്തിയില്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. അതുപോലെ മാർട്ടിൻ ജോസഫ് വന്നിട്ട് ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരു ആളുടെ അസിസ്റ്റന്റ് ആയിട്ട് നിന്ന ഒരു റേഞ്ച് ഒന്നും പടത്തിൽ കിട്ടിയില്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ കുറച്ചുകൂടെ, അതായത് ഇനിയും അവർക്ക് വർക്ക് ചെയ്താൽ ഇത് ഒരു നല്ല തലത്തിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നെന്ന് തോന്നി. അതുകൊണ്ട് അതിനോട് ഒരു കാലിബറുള്ള ആള് തന്നെയാണ്. പക്ഷെ പടം അങ്ങോട്ട് പറഞ്ഞില്ലേ, ഒരു ഒഴുക്കില്ലാത്ത പോലെ തോന്നി. കുറെ കുറെ കാണിക്കുന്നു, നമുക്ക് അപ്പോഴൊരു അതിലോട്ട് അകത്തോട്ട് കണക്ട് ചെയ്ത് കയറാൻ പറ്റത്തില്ല. ഒരു ഫാക്ടർ ഇല്ല, ഒരു എലമെന്റില്ല, പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു എലമെന്റ് ഓവറോൾ പടത്തിലില്ല എന്ന ഒരു തോന്നലുണ്ടായിട്ട്. പിന്നെ പടത്തിലെ എടുത്തു പറയത്തക്ക പ്രകടനങ്ങൾ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. ഈവൻ ഷൈൻ നിഗം ആയാൽ പോലും പുള്ളിയിൽ നിന്നൊക്കെ ഒരു ഔട്ട്, ഇതിൽ കൂടുതൽ ഔട്ട് പ്രതീക്ഷിച്ചു നമ്മള്. പുള്ളി ഇത് അത്രയ്ക്ക് ഒരു കാലിബറുള്ള ഒരു ആക്ടറാണ്. ഇപ്പം മറ്റ് ശോഭി തിലകനുണ്ട്, പിന്നെ ദിനേശ് പ്രഭാകർ, നന്ദനുണ്ട്, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു പ്രകടനമായിട്ട് പടത്തിൽ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ലേഡി കോൺസ്റ്റബിളിന്റെ റോൾ ചെയ്ത, ഒരു കരാട്ടയൊക്കെ അറിയുന്നൊരു റോൾ ചെയ്ത ഒരു പുള്ളിക്കാരി, അവരവരുടെ പ്രകടനങ്ങളൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ പോയെങ്കിലും എടുത്തു പറയത്തക്ക അങ്ങനെ ഒന്നും പടത്തിൽ ഇല്ലായിരുന്നു. ദൃഢം
ദൃഢമായോ എന്ന് ചോദിച്ചാൽ ദൃഢമായില്ല എന്ന് പറയേണ്ടി വരും. അപ്പം ഇതാണ് ദൃഢത്തിനെ കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്തതുപോലുള്ള റിവ്യൂകൾ ചെയ്യാൻ എനിക്കൊരു പ്രചോദനം കിട്ടും. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് മറ്റൊരു ചിത്രത്തിന്റെ റിവ്യൂവുമായി നിങ്ങളെ സന്ധിക്കും വരയ്ക്കും വണക്കം.